വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടും കടലയും പുട്ടും പഴവും ഒക്കെ നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്നും വലിയ ഇഷ്ടം കാണത്തില്ല. അപ്പോൾ നമുക്ക് ആ പുട്ടിനെ ഡിഫറെൻ്റ് ആക്കി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം പ്രോൺസ് വെച്ച്, ചിക്കൻ വെച്ച്, ബീഫ് വെച്ച്, വെജിറ്റബിൾസ് എല്ലാം ഇട്ട്, മാമ്പഴം കൊണ്ട് ഒക്കെ നമുക്ക് പുട്ട് പല രീതിയിൽ ഉണ്ടാക്കാം. അതിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കനും കൊണ്ടുള്ള ഒരു പുട്ടാണ്. നമുക്കൊന്ന് നോക്കാം. ഇത് 1 ഗ്ലാസ് പുട്ടുപൊടിയാണ്. ഇത് അജ്മിയുടെ പുട്ടുപൊടിയാണ്, നല്ല പൊടിയാണ്. ഞാൻ പലതരം പുട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ല പൊടിയാണ്. അതുകൊണ്ട് 1.5 ഗ്ലാസ് അജ്മി പുട്ടുപൊടി, ഉപ്പ്, എന്നിട്ട് ഇതൊന്ന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് സാധാ തണുത്ത വെള്ളമാണ്. പുട്ടിങ്ങനെ അതിൻ്റെ മേളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും ചെയ്യണ്ട. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചിക്കനൊക്കെ കറി വെക്കുമ്പം അതിലെ 2-3 കുഞ്ഞു പീസൊക്കെ മിച്ചം വരുമല്ലോ. ആ മിച്ചം വന്ന പീസാണിത്. അതിനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്, പിച്ചിയിട്ടിരിക്കുക, ചെറിയ പീസ്. പിന്നെ ഒരു വലിയ സവോള, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ തക്കാളി. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് പൊടിയായിട്ടരിഞ്ഞ സവോള. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സവോളയ്ക്കും ക്യാരറ്റിനും മാത്രം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സവോള ഇപ്പം ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിയായിട്ടരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏത് വെജിറ്റബിളും ഇടാം. മഷ്റൂം ഇടാം, ബ്രൊക്കോളി ചെറുതായി കട്ട് ചെയ്തത് ഇടാം, കോളിഫ്ലവർ ഇടാം. എല്ലാം നമുക്ക് ഇഷ്ടം പോലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല, പിഞ്ച് മുളക് പൊടി. കാരണം നമ്മുടെ ചിക്കൻ ഓൾറെഡി മുളക് പൊടി ഉണ്ട്, അതുകൊണ്ടൊരു മസാലയ്ക്ക് മാത്രം പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. മസാലയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പിച്ചി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില. ഇപ്പം നല്ല തോർന്നിട്ടുണ്ട്, വെള്ളമായി ഒന്നുമില്ലാതെ. നമ്മൾ പുട്ടിനകത്ത് വെക്കുമ്പോൾ നന്നായിട്ടിരുന്നോളും. വെള്ളമായി ഒന്നുമില്ലാതെ നല്ല തോർന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൊടി നോക്കാം. ഇപ്പം പുട്ട് കണ്ട നമ്മൾ 1.5 ഗ്ലാസ് ഔട്ട്, അതിനേക്കാളും കൂടുതലുമായിട്ടുണ്ട്. നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ട ഞാൻ ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പണ്ടൊക്കെ ഞാനിങ്ങനെ പൊടി നനച്ചിട്ട് അത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അതിന് കട്ടയില്ലാണ്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ഈ പൊടി കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യണ്ട, നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒരു പിടി മാവ് എടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്നിട്ട് അതിനെ ഇങ്ങനെ പിടിവിക്കുമ്പോൾ കട്ട കെട്ടാതെ പോകുന്നു. ആ പരുവത്തിൽ നമ്മുടെ മാവ് നനച്ചെടുക്കണേ. അപ്പം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് പുട്ട് പുഴുങ്ങിയെടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ പുട്ടുകുറ്റിയാണ് ഉള്ളത്. അപ്പം അതിൻ്റെ ഏറ്റവും താഴെ 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് പുട്ടുപൊടി, പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ പുട്ടുപൊടി ഇടുമ്പോൾ നമ്മൾ അമർത്തി ഇടാൻ പാടില്ല, തിക്കി കൊള്ളിച്ചിടാൻ പാടില്ല. ലെവൽ ചെയ്ത് ചുമ്മാ വെറുതെ ഇട്ടാൽ മതി, തിക്കി കൊള്ളിക്കല്ലേ. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല ഇട്ട് ഇനി അതിൻ്റെ മുകളിലും 2 സ്പൂൺ പുട്ടുപൊടി. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിത് വെച്ച് കൊടുക്കാം. ഇതെന്താണേലും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പുട്ട് വെച്ചിട്ട് 10 മിനിറ്റായി. നല്ല ആവി വരുന്നുണ്ട്. നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നമ്മുടെ പുട്ട് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അകമൊക്കെ നല്ല ഫില്ലിംഗ് ആയിട്ടിരിക്കും. നമ്മുടെ ചിക്കൻ പുട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ സ്കൂളിൽ ടിഫിനായിട്ടും കൊണ്ടുപോവാം. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. Hope you all like this video. Thank you and bye bye. See you all in the next video.